പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും ഇഷ്ടംപോലെ മാങ്ങയുള്ള സമയമാണ്, അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിത് കഴുകി വെള്ളമൊക്കെ തുവർത്തിയെടുത്ത മാങ്ങയാണ്. ഒട്ടും വെള്ളമംശം ഇല്ലാതെ തന്നെ നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നമ്മൾ സാധാരണയായി മാങ്ങ അച്ചാറിട്ടാൽ പോയി പോകുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനിത് ചെത്തിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ഏകദേശം 1 കിലോ 1.5 കിലോ മാങ്ങ ഉണ്ടാവാൻ എന്നാണ് തോന്നുന്നത്. ഞാൻ ശരിക്കും ഇതിൻ്റെ തൂക്കം ഒന്നും നോക്കിയിട്ടില്ല. ഒരു 6-7 മാങ്ങ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതും വെള്ളപ്പറ്റ് ഒന്നും ഇല്ലാതെ പാത്രം ആയിരിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് ചെയ്യുന്നത്. നമുക്കിതൊരു ദിവസം ഇതുപോലെ അടച്ച് സൂക്ഷിക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊരു അരിപ്പ എടുത്തിട്ടാണ് വെള്ളം ഊറ്റി വെക്കുന്നത്. ഈ വെള്ളം നമുക്ക് അച്ചാർ ഇടുന്ന സമയത്ത് ആവശ്യമായി വരും, അതുകൊണ്ട് തന്നെ വെള്ളം സൂക്ഷിച്ച് വെക്കാം. ഇനി ഞാനിത് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിത് ടെറസിലാണ് ഉണങ്ങാനിടുന്നത്. നമുക്ക് ഇവിടെ ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കാം. ഒരു ദിവസം മുഴുവൻ വേണമെന്നില്ല, ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ മാത്രം വെയിൽ കൊണ്ടാൽ മതി. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ വേഗം ആയി കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഞാൻ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി, അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ചൂടാറുന്നതിന് സമയം കൊണ്ട് തന്നെ ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത്. നല്ലെണ്ണ നമുക്ക് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് വെക്കാം. ഈ കടുക് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ നന്നായി ഉണങ്ങിയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവച്ചു. ഇനി ഈ ചൂടായ എണ്ണ തീ ഓഫ് ചെയ്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച കടുക്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഈ ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായമാണ്. അതും 2 ടേബിൾ സ്പൂൺ കായവും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇനിയൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ഉണങ്ങിയ മാങ്ങ എടുത്തിട്ട് വരാം. ഇതാ കാണുന്നില്ലേ, നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒന്നും തന്നെയില്ല. നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് അല്പമായി നമുക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അധികം കൂടിപ്പോകേണ്ട ആവശ്യമില്ല. ഗ്രേവി വരുന്ന ഇത് മാത്രം. അത് കാണുന്നില്ലേ, നമ്മുടെ അച്ചാർ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണക്കി എടുത്തു വെച്ച ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടാക്കി വെച്ച നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് കുപ്പിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ അച്ചാർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അമർത്തി നല്ല റെഡിയാക്കി കൊടുക്കണം. അച്ചാർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. പിന്നീട് നമുക്ക് കുറച്ച് ചൂടാക്കിയ നല്ലെണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇത് ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു.